ഇന്ന് ഇങ്ങനെ ഒരു എഗ് റെസിപ്പിയാണ്, കാടമുട്ട റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോഴേ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഹായ് കൂട്ടുകാരെ, സെലിൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു കാടമുട്ട കറി നോക്കാം. അപ്പോഴേ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി 10 കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ശകലം ഉപ്പിട്ട് കൊടുക്കുക. മുട്ടയെല്ലാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്താണ്ടല്ലേ, കാടമുട്ടയാണ്. ഇവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ അവരൊരാവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. ഇവിടെ 4-5 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുക. ഒരു പട്ട ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു, അതുപോലെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. അതുപോലെ ഏലക്ക ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരെണ്ണമാണ് ഇട്ട് കൊടുത്തത്. അരഴി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതുപോലെ മുളക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ബജിമുളകാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഏലക്ക ഒരു 3 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. ബജിമുളക് തന്നെ ഇടണമെന്നൊന്നുമില്ല. അത് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അടുത്ത് ഒരു വലിയൊരു സവാള ഇതുപോലെ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാൻ. നല്ല കട്ടി കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോഴും സവാള പെട്ടെന്ന് വേവാനൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ സവാള നല്ല പോലെ വഴറ്റിയെടുക്കണം. തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു വലിയൊരു തക്കാളിയാണ് എടുത്തത്. അത് ഇട്ട് കൊടുക്കാൻ. അതും വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്.
പൊടി ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് ഇനി മുളക് പൊടി ചേർക്കുന്നില്ല, അല്ലാതെയാണ് വയ്ക്കുന്നത്. ഈ പൊടി ഐറ്റങ്ങളൊക്കെ ഒന്ന് ഒരു കുരുമുളക് പൊടി ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക, വളരെ കുറച്ച് മതി. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെക്കണം. ഈ പൊടി ഐറ്റങ്ങളൊക്കെ ഒന്ന് അതിൻ്റെയൊക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണമല്ലോ, അതുകൊണ്ട് തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ അടച്ചു കൊടുക്കാം. അപ്പോഴും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഈ കാടമുട്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാളയെല്ലാം നല്ലപോലെ വെന്തതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത്. സവാള നല്ല വേവണം, എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ രുചി കിട്ടില്ല. ഇനി ഉപ്പുണ്ടോന്ന് നോക്കാം. ഉപ്പ് എല്ലാം നല്ല കറക്റ്റാ വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ സവാള നല്ല വേവണം, അത് ശ്രദ്ധിക്കണം. ഉണ്ടല്ലേ. അപ്പോൾ ഇത് തന്നെ മതി. ഇനി ഇത് ഞാൻ പുട്ടിന്റെ കൂട്ടത്തിൽ കഴിക്കാനാണ് റെഡിയാക്കിയത്.